നിങ്ങൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു കേട്ടുകണോ? ഈ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് ബിശ്റുൽ ഹാഫി എന്ന് പേര് വരാൻ കാരണം എന്താ അറിയോ? മഹാനവറുകൾ ആദ്യം എന്താ വെച്ചാൽ കള്ളും അങ്ങനെയുള്ള എല്ലാ ചീത്ത പ്രവർത്തനവും നടത്തിയിരുന്നു. ആരേ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അത് പഴയ കാലത്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജാഹിലിയ കാലത്ത് അങ്ങനെ ചെയ്തപ്പോൾ ഒരു ദിവസം രാത്രി ഒരു ആൾ വന്ന് വാതിലിന് മുട്ടി. അപ്പോൾ അന്നേരം മൂപ്പര് ചീത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും അപ്പോൾ മൂപ്പരെ ഈ പരിചാരക ഉണ്ടല്ലോ, അത് ഹിദ്മത്തൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, വീട്ടുകാരക്കാരൻ, ആ വാതിൽ തുറന്നപ്പോൾ ഈ അപരിചിതൻ ഉണ്ടല്ലോ വന്ന ആൾ ചോദിച്ചു, ഈ വീട്ടുകാരൻ സ്വതന്ത്രനാണോ അടിമയാണോ എന്ന് ചോദിച്ചു. വന്ന ആൾ. അപ്പോൾ ഈ പരിചാരകനുണ്ടല്ലോ വാതിൽ തുറന്നു കൊടുത്ത ആൾ, അപ്പോൾ മൂപ്പര് പറഞ്ഞത് സ്വതന്ത്രനാണ്, വീട്ടുകാരൻ സ്വതന്ത്രനാണ്. അപ്പോൾ ഈ വന്നാൾ പറഞ്ഞ് വെറുതെ അല്ല മൂപ്പര് ഈ ചറ്റത്തരം ചെയ്യുന്ന, അടിമയാണെങ്കിൽ ഇത് ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞു. അടിമയാണെങ്കിൽ ചെയ്യുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി. ഈശോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പരിചാരകൻ വാതിൽ പൂട്ടി. അപ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരപ്പോൾ വന്നാൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെ എന്താ ചോദിച്ചു. ഇതിവിടെ സ്വതന്ത്രമാണ് അടിമയാണോ ചോദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞു, ഇങ്ങനെ സ്വതന്ത്രമാണ് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയി ചോദിച്ചു. പോയി എന്ന് പറഞ്ഞു. അപ്പം തന്നെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പോയി. ആളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പിടാതെ ഒന്നുമില്ലാതെ ഓടിപ്പോയപ്പോൾ ഇയാളെ കുറേ അങ്ങാടിയിൽ നിന്നാണ് കിട്ടുന്നത്. ഈ വന്ന ആളെ. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ എന്നോട് എൻ്റെ വീട്ടിൽ വന്നു ചോദിച്ചു. ആ വീട്ടിൽ വന്നിരുന്നു. എന്താ ചോദിച്ചു. ഇങ്ങനെ സ്വതന്ത്രനാണോ അടിമയാണോ ചോദിച്ചു. അപ്പോൾ ഒരു സ്വതന്ത്രമാണോ? അപ്പം പറഞ്ഞു, ആളാൾ പറഞ്ഞു, എന്നാൽ ഞാൻ അടിമയാണ്. നമ്മൾ അള്ളാൻ്റെ അടിമയാണെങ്കിൽ അള്ളാഹിനോട് ചുറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അല്ലല്ലേ നമ്മളെ യജമാനൻ്റെ മുമ്പിൽ അടിമ ആരാണ്? നമ്മൾ അടിമയാണല്ലോ. അപ്പം ആ അടിമയായ നമ്മളെന്താകണ്? യജമാനൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റ് ചെയ്യാണ്. ആ തെറ്റിന്ന് അപ്പം മോഹാനുകൾ സങ്കടം കൊണ്ട് പറഞ്ഞ് ഇരുന്ന് അവിടെ ആ മണ്ണിലാണ്ട് ഇരുന്നിട്ട് പറഞ്ഞ് കുറേ മണ്ണൊക്കെ തലേക്ക് വാരിയിട്ട് പറഞ്ഞ്, ഞാൻ അള്ളാൻ്റെ അടിമയാണ്, ഞാൻ ഈ തെറ്റ് ചെയ്യൂല. അങ്ങനെ പിന്നെ പിൽക്കാലത്ത് മൂപ്പര് ചെരുപ്പിടാതെ നടക്കാൻ തുടങ്ങി. ഞാൻ ഭൂമിയിൽ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ പറഞ്ഞിട്ട് എല്ലാ തെറ്റിൽ നിന്നും വിട്ടുനിന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് അല്ലേ മഹാന്മാരെ ഒരൊറ്റ വാക്കുകൊണ്ട് എന്താണ് മഹാനവറുകൾ ആ കൽബ് മാറി നന്നായി. അതുകൊണ്ടാണ് പിന്നെ ചെരുപ്പിടാതെ നടക്കുന്നതുകൊണ്ടാണ് പിൽക്കാലത്ത് എന്തായത് മൂപ്പർക്ക് ഹാഫി എന്നുള്ള ബിശ്റുൽ ഹാഫി എന്നുള്ള പേര് വരാൻ കാരണം. ചെരുപ്പിടാതെ നടക്കണ്ടല്ലോ, അതുകൊണ്ടാണ് എന്തായത് ബിശ്റുൽ ഹാഫി എന്നുള്ള പേര് വരാൻ കാരണം. ഹാഫി എന്നുള്ള ചെരുപ്പിടാതെ നടക്കുന്നവൻ, ചെരുപ്പ് ഒഴിവാക്കി നഗ്നബാധനായിട്ട് നടക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. മഹാന്മാരെ കുരുത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ നമ്മളൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.